ഇത്രയും ഭക്തര് കഠിനമായ വ്രതമൊക്കെ എടുത്തിട്ടാണ് ഇവര് മല കയറുന്നത്. പൊന്നുകുരിശും മുത്തപ്പവും പൊന്മല കയറ്റം എന്നൊക്കെ ചൊല്ലിയിട്ടാണ് ഇത് കയറുക. അവിടെ ഹോളിപാത്ത് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു 14 എണ്ണം കൊണ്ട് കിട്ടാം. അപ്പോൾ അതിൽ ആദ്യമാണിത്. ഇവിടെ ഓരോ പോയിന്റ് എത്തുമ്പോഴും കുടിവെള്ളം കിട്ടും കേട്ടോ. പൈപ്പ് വെച്ചിട്ടുണ്ടാവും. ഇപ്പം മല ഏരിയ ആയതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇതുപോലുള്ള വലിയ മരത്തിന്റെ കുരിശൊക്കെ ചുമന്നിട്ടാണ് വഴിപാടായിട്ട് ആളുകൾ വരും. കല്യാപള്ളി എന്നാട്ടോ പറയാ. ഈ വലിയ പാറയുടെ മുകളിലുള്ള ഒരു പള്ളിയാണ്. എവിടെയും കൃത്യമായ വഴിയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കയറാം. വലിയ പാറയുടെ മുകളിൽ കൂടെ ആയാലും അതല്ലാത്ത സിമ്പിളായിട്ടുള്ള വഴിയൊക്കെ ഉണ്ട്. പെരിയാറിന്റെ തീരത്ത് കുറെ ആളുകൾക്ക് വന്ന് കുളിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായിട്ടുള്ള മലയാറ്റൂരാട്ടോ ഞാനുള്ളത്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മലയാറ്റൂരിലെ തീർത്ഥാടനത്തിൻ്റെ ഒരു സമയമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതൽ ആളുകൾ മലയാറ്റൂർ തീർത്ഥാടനത്തിനായിട്ട് വരുന്നത്. അപ്പം ഇന്ന് മലയാറ്റൂർ കുരിശുമുടി കയറാനായിട്ട് വന്നേക്കുകയാണ്. അപ്പം നേരെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. കുറേ ആളുകൾ പല സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ല തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പള്ളി ഇതാണ് കേട്ടോ, മെയിൻ ചർച്ചാണിത്. പിന്നെ അവിടെ ഉണ്ട് ഒരു ആരാധന ചാപ്പൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് കുരിശുമുടിയുടെ അടിവാരത്ത് നിന്ന് ഏകദേശം നമുക്കൊരു 3 കിലോമീറ്ററിനടുത്ത് ഈ ഇതിലേക്ക് കയറി പോകാനായിട്ടുണ്ട്. ഇവിടെ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടിമരമുണ്ട്. അതുകൂടാണ്ട് ഇവിടെ കണ്ടോ, ഇത് അത്യാവശ്യം വലിയ കുരിശാണ് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് പിൽഗ്രിം സെൻറ്റർ ഉണ്ട് കേട്ടോ. താമസിക്കാനൊക്കെ ഉള്ളതാണെച്ചെങ്കിൽ ഇവിടെയൊക്കെ റൂം നമുക്ക് നോക്കാം. ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഹോട്ടൽ പോലെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പിൽഗ്രിം ഏരിയ ആയതുകൊണ്ട് ഇവിടെ റേറ്റൊക്കെ എത്രത്തോളം കൂടുതലാവും കുറവാവും അറിയില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് റൂമൊക്കെ എടുക്കണം എന്നുള്ളവർ അന്വേഷിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി. ഈ ഒരു മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ എറണാകുളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 47 കിലോമീറ്റർ ഉണ്ട് എറണാകുളത്ത് നിന്ന്. ചർച്ച് കേരളത്തിലാണെങ്കിലും ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം കുർബാനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുർബാന ഇവർ തമിഴിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തമിഴ് പറയണതെന്ന് അറിയില്ല. ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എത്തിക്കാനുള്ളതാണ്. ഇവിടെ ഒരു കടയിൽ വിശുദ്ധ വസ്തുക്കളും തിരുസ്വരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുക. യേശുവിൻ്റെ ഇങ്ങനെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാലകളൊക്കെ ഉണ്ട്, ഇതുപോലുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു കിണർ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിലെ സൗകര്യങ്ങൾക്കൊക്കെ പോവാം. പിന്നെ ഇവിടുത്തെ സെമിത്തേരിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഈ ഒരു പള്ളിയുടെ പുറത്തായിട്ട് ഒരു ഹാള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് ആളുകൾ റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പെരിയാർ റിവറാണ് ഈ പോണത്. പെരിയാറിൻ്റെ തീരത്ത് കുറേ ആളുകൾക്ക് വന്ന് കുളിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഇവിടെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും തോർത്തോ സോപ്പ് ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാം. കുഞ്ഞു കടയാണ്. പിന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. നമ്മളെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തും പല ആളുകളും വരുന്നുണ്ട് കേട്ടോ ഈ തീർത്ഥാടനത്തിനായിട്ടുള്ള. വെള്ളം കുറവായ കാരണം റിവർ നല്ല താഴ്ന്നിട്ടാണ് എടുക്കണേ. ഇവിടെ അടിത്തട്ടൊക്കെ കാണാം, അത്ര ആഴൊന്നുമില്ല. പക്ഷേ ഇനി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഫുള്ള് ഇവിടേക്കൊക്കെ വെള്ളമാവും. ഡേഞ്ചർ ഏരിയ ആണ് കേട്ടോ. അതിനിവിടെ അവരിങ്ങനെ കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. ഇവിടെ ഹോളി റിവർ പെരിയാറിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുണ്യ റിവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പുണ്യ നദിയിൽ നിന്ന്. ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില പാപങ്ങൾ തീരുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതുണ്ട്, റിച്വലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആളുകൾ വന്നിട്ട് ഇവിടെയും കൂടി മുങ്ങിയിട്ട് പോണത്. കടവിലേക്ക് ഇറങ്ങാനുള്ള വഴി ഇതാണ് വലിയ കവാടം. ഇപ്പുറത്ത് കാണുന്നത് മലയാറ്റൂർ ക്യാൻറ്റീനാട്ടോ. ഇവിടെ നമുക്ക് രാവിലത്തെ സ്നാക്സ് കാര്യങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാവും, ഇവിടുന്ന് കഴിക്കാം. കുരിശുമുടി ഹില്ലിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോവുക, പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. മലയാറ്റൂർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ള ചർച്ചാണ് അതിന് മുകളിലുള്ളത് കേട്ടോ. ഈ തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടാകും. നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. തോമസ് ലീഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ ഈ ഒരു തടാകത്തിനെ നക്ഷത്ര തടാകം എന്നാട്ടോ പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, ഈവനിങ്ങിനൊക്കെ വന്നിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കാം. പിന്നെ എന്താ ഉള്ളത്? പിന്നെ എള്ളും കുരുമുളക്, ഇതൊക്കെ എന്താ രൂപങ്ങളില്ലേ? നമുക്ക് ജസ്റ്റ് പ്രയർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാനാ. ഓക്കെ, ഇത് കുരുമുളക് മെഴുകുതിരി 50 രൂപ ഒരു കെട്ട്. ഈ ചെറുത് എത്രയാ? ചെറുത് 20 രൂപ. അത് വേഗം കത്തി, അതെല്ലാത്തും കത്തിക്കാനുണ്ടാവൂല. അതെന്താ? അല്ല, അത് 14 എണ്ണം, 20 എണ്ണം ഉണ്ട്. അപ്പൊ ഏതാ കൂടുതൽ? ഇവിടെ കുറേ അധികം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡ് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ റോഡ് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് 2 വീലറിൽ പോവാം, വണ്ടിയൊക്കെ ആയിട്ട് പോവാം. അവിടെ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും ഇതുപോലെ. അപ്പം ഞാൻ ഇവിടെയാണ് വണ്ടി വർക്ക് ചെയ്തത്. നമുക്കിതൊക്കെ ഒന്ന് നടന്ന് കാണണ്ടേ. പിന്നെ ഇവിടെ ഒരു വടികൾ കണ്ടോ, ഇത് കയറുമ്പോൾ പിടിക്കാനായിട്ടുള്ള വടികളാണ് കേട്ടോ. മല കയറുമ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് കയറാനായിട്ടുള്ള വടികളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറുന്ന വരെ കുറേ കടകളുണ്ട് കേട്ടോ. കളിപ്പാട്ടങ്ങൾ, ക്രോക്കറി ഐറ്റംസ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കടകൾ. ഇതിൽ നേർച്ചയായിട്ട് നമുക്ക് ചെറിയൊരു കുരിശൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിക്കാം. ഇവിടെ പിന്നെ ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാടുകൾ, മല പ്രദേശം തുടങ്ങുകയാണ്. ഇവിടെ കുറച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതേ അവിടെ കല്ല്, പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ കയറി തുടങ്ങുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അടിവാരത്തിൻ്റെ മെയിൻ ഏരിയ. ഇവിടെ നിന്ന് നമ്മൾ കയറി തുടങ്ങാം കേട്ടോ. ഇവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. നമ്മൾ വന്നേക്കണത് ഇതൊരു ഇന്ന് ശനിയാഴ്ചയാണ്. ഏകദേശം രാവിലെ ഒരു 11 മണിക്ക് ആയിട്ടുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ. നല്ല തണല കേട്ടോ, നല്ല തണല്, നല്ല വ്യൂ, ഫുള്ള് മരങ്ങൾ. ഈ കല്ല് ഒറിജിനൽ കല്ല കേട്ടോ, പാറക്കല്ല്, ഒറിജിനൽ പാറക്കല്ലാണ്. അതിൻ്റെ മുകളിലാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കല്യാപള്ളി എന്നാണ് കേട്ടോ പറയാ. ഈ വലിയ പാറയുടെ മുകളിലുള്ള ഒരു പള്ളിയാണ്. നമ്മൾ മെഴുകുതിരി വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, ആദ്യം ഇവിടുന്ന് തന്നെ നമുക്ക് ഇവിടെ കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കയറാം.
കുരങ്ങന്മാർ കണ്ടോ? അവിടെ മാതാവിൻ്റെയും യേശുവിൻ്റെ ഒക്കെ സ്റ്റാച്ചു അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് പാറ ഇവിടെ ഈ മരത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് പോകാം. ഇവിടെ ഫുള്ള് മരങ്ങൾ ഇങ്ങനെ കവേർഡാണ്. അപ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും ഇവിടെ ആ വെയിൽ നമുക്കറിയില്ല കേട്ടോ. അത്രയും മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മളിനി കയറുകയാണ്. ഇവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പൊന്നും കുരിശും മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഭക്തര് കഠിനമായ വ്രതമൊക്കെ എടുത്തിട്ടാണ് ഇവര് മല കയറുന്നത്. മരത്തിന്റെ വലിയ കുരിശും പാറക്കല്ലൊക്കെ കയ്യിലേന്തിയിട്ടാണ് ഇവർ ഈ മല കയറാട്ടോ. അതൊരു നേർച്ച തീർന്നിട്ടുള്ളതാണ്. അപ്പോൾ പൊന്നും കുരിശും മുത്തപ്പോ പൊന്മല കയറ്റം എന്നൊക്കെ ചൊല്ലിയിട്ടാണ് ഇത് കയറുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് കയറുകയാണ് കേട്ടോ. ഇവിടെ വനംവകുപ്പിന്റെ ഫോറസ്റ്റ് ഏരിയയുടെ അണ്ടറിലാണ് കേട്ടോ ഇത്. അവരുടെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആനയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ ഇടാൻ പാടില്ല. ഇവിടെ ഒരു വടി കണ്ടു. ഞാൻ ഈ വടി എടുക്കുകയാണ്. കാരണം നമ്മൾ പൈസ കൊടുത്ത് വടി വാങ്ങണം. പക്ഷെ ഇതുള്ളതുകൊണ്ട് സുഖമായിട്ട് പോവാം. ആളുകൾ പോയിട്ടേ ഇവിടെ ഫുള്ള് മിനുസായിട്ടോ. പാറകൾ വലിയ വലിയ പാറകളെ ഏരിയയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ കയറാൻ ഒരു വടിയുള്ളതുകൊണ്ട് കയറാൻ സുഖമാണ്. ഇത് കുത്തിയിട്ട് സുഖമായിട്ട് കയറാം. ഫസ്റ്റ് ടൈമാ? ഓക്കെ ഓക്കെ. ആ ഫാമിലിയാ എല്ലാവരും? തമിഴ്. ഇവിടെ കേരളത്തില് റിലേറ്റീവ്സ് ഇരിക്കാ? ഇല്ല ഇല്ല ഇല്ല. വേളാങ്കണ്ണി പോയിട്ടുണ്ടോ? അടിക്കടി പോകും. ആണല്ലേ. ഓക്കെ. നാനും ഫസ്റ്റ് ടൈം താങ്ക. ഉங்க പേര്? ബോസ്കോ. ബോസ്കോ. റോസ്ലിൻ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. എനിവേ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കുറച്ചേ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം കഥച്ചു. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വിശുദ്ധ പാതകളുടെ ഹോളി ക്രോസ് പോയിന്റ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരമൊക്കെ ചെന്നിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് വേണം കയറാനായിട്ട്. പിന്നെ പാറങ്ങനെ ഈ വടികൾ കൊണ്ട് എനിക്ക് സുഖമായിട്ട് കയറാം. വലിയ ബുദ്ധിമുട്ടില്ല. മലയാറ്റൂരിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മലകയറ്റം തന്നെയാണ്. അതൊരു വഴിപാടായിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്രാചീന കാലം തൊട്ടേ ഉള്ളൊരു ആചാരം എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ മല കയറുന്നത് മോഹൻലാലിൻ്റെ പുലിമുരുകൻ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ സീന്. അപ്പോൾ അതുപോലെ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂട്ടെ, കളിക്കതല്ല. അപ്പം ഇതുപോലുള്ള വലിയ മരത്തിൻ്റെ കുരിശൊക്കെ ചുമന്നിട്ടാണ് വഴിപാടായിട്ട് ആളുകൾ വരിക. പിന്നെ ഈ കുരിശുമുടിയുടെ മുകളിൽ തോമസ് ലീഹയുടെ കാൽപാദം ഉണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് കാണാം. പിന്നെ അവിടെ സ്വർണ്ണക്കുരിശ് എന്നാണ് പറയാ. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ പള്ളികൾ മുകളിൽ പുതിയ പള്ളി പഴയ പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ പള്ളിയിലാണ് കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ ആരാധനയൊക്കെ നടക്കുന്നത്. പിന്നെ പഴയ പള്ളി എന്ന് പറയുന്നതാണ് ആനകുത്തിയ പള്ളി. ഇവിടെ പണ്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ വനമേഖലയായിരുന്നു. ആനകളൊക്കെ വരുന്നൊരു ഏരിയ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ആന വന്നിട്ട് കുത്തി പൊളിച്ചതാണ് പഴയ പള്ളി. ആ ആന കുത്തിയ ഒരു പാട് ആ പള്ളിയുമേ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാം. ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ചതാണ് കേട്ടോ ഈ മലയാറ്റൂർ പള്ളി. പിന്നെ വത്തിക്കാൻ അംഗീകരിച്ചിട്ടുള്ള ലോകത്തിലെ 8 അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാട്ടത്. ഇത് ഈ കയറ്റാട്ട ഗംഭീരം. ഇതൊന്നുമല്ല, ഇതൊക്കെ കുറച്ചും കൂടി കുറച്ച് സ്ലൈഡേ ഉള്ളൂ. ഇത് കുത്തനെയുള്ള കയറ്റമാണ്. എൻ്റെ ദൈവമേ, ഇത് കയറുമ്പോൾ എന്തായാലും വടി വേണം. ഞാൻ വടി എൻ്റെ തോളത്തും പിടിച്ചിട്ടാണ് പോണത്. ഇതങ്ങനെ മിസ്സായാലോ. പൊന്മല കയറ്റം, പൊന്മല കയറ്റം, പൊന്മല കയറ്റം, പൊന്മല കയറ്റം. മുത്തപ്പോ 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 മുത്തപ്പോ. എൻ്റെ പൊന്നി, എളുപ്പമല്ലാട്ടത്. അത്രയും കുത്തനുള്ളതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാട്ടോ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പം എനിക്കെന്തെങ്കിലും ബ്ലെസ്സിങ്സ് കിട്ടാൻ ചങ്ക് കിട്ടട്ടെ അല്ലേ. ഈ സിസ്റ്ററൊക്കെ ഉണ്ടല്ലോ, അവർ ആ ശരണം പിടിച്ചിട്ടാണ് കയറുന്നത്. വലതുഭാഗത്തായി സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടറിൽ ഇപ്പോൾ നേർച്ച ഭക്ഷണത്തിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു.
മല ഇറങ്ങി വരുമ്പോൾ വലതു ഭാഗത്തായി മുത്താപ്പൂ മുത്താപ്പൂ കുറേ അധികം കയറി വന്നെങ്കിലും ഫസ്റ്റത്തെ ഒരു പോയിന്റ് എത്തിയിട്ടില്ല കേട്ടോ. എനിക്കിനി കുറച്ചും കൂടി കയറാനുണ്ട്. അങ്ങനെ കയറുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഓരോ പോയിന്റ് എത്തുമ്പോഴും കുടിവെള്ളം കിട്ടും കേട്ടോ. പൈപ്പാണ്, പൈപ്പ് വെച്ചിട്ടുണ്ടാവും. ഇപ്പം മല ഏരിയ ആയതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് കുപ്പിയൊക്കെ കയ്യിൽ വെക്കാച്ചെങ്കിൽ ഈ വെള്ളം നിറച്ചിട്ട് പോകാം. അപ്പോൾ നമ്മൾ 1-ാം സ്ഥാനത്തിൻ്റെ അവിടെ എത്താറുണ്ട്. അവിടെയൊക്കെ ഷീറ്റ് ഇട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നല്ല കേട്ടോ. ഇതുപോലെ എത്ര സ്ഥാനങ്ങളുണ്ട്? 14 സ്ഥാനങ്ങളുണ്ടെന്ന് പറയണേ. ഇവിടെ പൈപ്പ് കണ്ടോ? ഇതിൽ നിന്നല്ല നമുക്ക് വെള്ളം ശേഖരിക്കാം കേട്ടോ. ഈ ഒരു ഇതിൽ ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ടോ? ഈ വെള്ളം താഴേക്ക് വിടുന്നുണ്ട്. ഇവിടെ ഹോളിപാത്ത് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 14 എണ്ണം കൊണ്ട് കിട്ടാം. അപ്പോൾ അതിൽ ആദ്യമാണിത്. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കും, മെഴുകുതിരി കത്തിക്കും. ഇവിടെ തന്നെ പൈപ്പൊക്കെ ഉണ്ടാവും. എല്ലാ ഹോളിപാത്ത് പോയിന്റിലും പൈപ്പ് ഉണ്ടാവും. ശരിക്കും ഒരു ട്രക്കിങ്ങിന് വേണ്ടി മാത്രം വരുന്നൊരു ഏരിയ അല്ല കേട്ടോ. അത്രയും ഭക്തിയോട് കൂടിയിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് മലയാറ്റൂർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊന്നും. പക്ഷെ ഇവിടെ വരുന്ന ഒരാളുകളെ അവരത്രയും ഓരോ പോയിന്റ് എത്തുമ്പോഴും കുഞ്ഞു ബുക്ക് നമുക്ക് താഴെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ ബുക്ക് വായിക്കുകയും അവരവിടെ നിന്നിട്ട് വചനങ്ങളൊക്കെ ജപിച്ചിട്ടൊക്കെയാണ്. അത്രയും ഭക്തിയോട് കൂടിയിട്ടാണ് തീർത്ഥാടകരെന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ലാണ്ട് ഫാമിലിയായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ പോലെ എന്നെ പോലെ ഒന്നും അറിയാണ്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റുകളെല്ലാം അടുത്തടുത്തായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാണ് 2ാമത്തെ പോയിന്റ്. ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാം കേട്ടോ. ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടോ 2. അപ്പോൾ ഈ മലയാറ്റൂരിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ AD 52 ഭാരതത്തിലെത്തിയ തോമസ് ലീഹ ഈ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ തോമസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഇവിടെയുള്ള കരിങ്കലിൽ അത്ഭുതകരമായിട്ട് രക്തം വന്നതായും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞതായിട്ടും വിശ്വാസമുണ്ട്. ഇപ്പോഴും ആ കാൽപ്പാടുകൾ നമുക്ക് കയറി കഴിഞ്ഞാൽ കാണാം കേട്ടോ. പിന്നെ ഇവിടുത്തെ പഴയ പള്ളിയാണ് ആനകുത്തി പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആനകുത്തി പള്ളി എന്നറിയപ്പെടാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഈ മലയാറ്റൂരിലെ ഈ ഒരു പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പണ്ട് ഈ മല ഒരു വലിയൊരു വനമേഖലയിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അന്ന് ഈ ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു കേട്ടോ. പിന്നീട് കേടുപാടുകൾ നന്നാക്കിയെങ്കിലും പള്ളിയുടെ കിഴക്കേ ഭിത്തിയിലെ ആന കുത്തിയ പാട് ഇന്നും നമുക്ക് ഇതുപോലെ തന്നെ കാണാം. ഇവിടെയാണ് ഇതിൻ്റെ 4ാമത്തെ പോയിന്റ് കേട്ടോ. നമ്മൾ ഓരോ പോയിന്റിലും മെഴുകുതിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുകൂടെ കടന്നത് എനിക്ക് ഈ പൈപ്പ് ക്രോസ് ചെയ്യണം. തോമസ് ലീഹ ഏറ്റവും ആദ്യം വന്നിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നത് ഗുരുവായൂരടുത്തുള്ള പാലയൂര് ചർച്ചാണ്. അവിടെയാണ് തോമസ് ലീഹ ആദ്യമായിട്ട് പണിതിട്ടുള്ളത്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ചാണത്. പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ പള്ളി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം അങ്ങനെ വലിയൊരു ആദ്യത്തെ ചരിത്രം നമ്മുടെ തൃശ്ശൂരാണുള്ളത്. പള്ളി ക്രിസ്ത്യൻ പള്ളി ആയാലും മുസ്ലിം പള്ളി ആയാലും എല്ലാം നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ ഉള്ളത്. അത് സീറോ മലബാർ കത്തോലിക്ക ചർച്ച് എന്നാണ്. പിന്നെ ഞാൻ തൃശ്ശൂരിനെ പൊക്കി പറഞ്ഞ് ഞാൻ തൃശ്ശൂരുകാരി ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പലർക്കും അറിയില്ല ഞാൻ തൃശ്ശൂരാണ്. ഇതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാവും, ഇങ്ങനെ സ്ലാങ് കേൾക്കുമ്പോൾ മനസ്സിലാവും തൃശ്ശൂരാണല്ലോ എന്നുള്ളത്.
പോയിന്റുകളുണ്ട് കേട്ടോ. 14 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 5ാമത്തെ പോയിന്റ് ആയിട്ടുള്ളൂ. നമ്മളിവിടുന്ന് ഇങ്ങനെ കയറുമ്പോഴേ എവിടെയും കൃത്യമായ വഴിയൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും കയറാം. വലിയ പാറയുടെ മുകളിൽ കൂടെ ആയാലും അതല്ലാത്ത സിമ്പിളായിട്ടുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പാറകൾ എവിടെയാണ് കൂടുതലുള്ള അതിൻ്റെ മുകളിൽ കൂടെ കയറുന്നുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചു. ക്ഷീണമൊന്നുമില്ല. മറ്റേ അത്രയും തളർച്ചയൊക്കെ ഉണ്ടാവില്ല നമുക്ക്. അതൊന്നും എനിക്കില്ല, ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ 6ാമത്തെ പോയിന്റിലെത്തി. ഇവിടെയും വെള്ളത്തിൻ്റെ എന്തൊക്കെ പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുപ്പിയിലൊക്കെ വെള്ളമൊക്കെ നിറച്ചിട്ട് പോകും. അപ്പോൾ അടുത്തത് ഇവിടെ കാണാണ് 7ാമത്തെ പോയിന്റ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ 7 കൂടി ഉണ്ട്. പിന്നെ എല്ലായിടത്തും പ്ലാസ്റ്റിക്കുകൾ ഇടാനായിട്ട് ഇങ്ങനത്തെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതേ ഇതിലൊക്കെ ഇടുക. ഇത് 7ാമത്തെ പോയിന്റ്. പിന്നെ എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. ഓരോ പോയിന്റുകൾ അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ഈ മരത്തിൻ്റെ വേരുകളൊക്കെ നല്ല രീതിക്ക് പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അതന്നെയാണ് ഈ മരങ്ങളൊക്കെ ഇത്രയും സ്ട്രോങ്ങിൽ നിൽക്കണം. ഇത് ശരിക്കും ഈ ഏരിയ കണ്ടപ്പോഴേ ഗുണാഗേവിയിലെ ഏരിയ ഉണ്ടല്ലോ അതേപോലെ ഉണ്ട്. അപ്പോൾ 10ാമത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് അവിടെയാണ് 10ാമത്തെ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ഇതേ കാണുന്നത് 11 കേട്ടോ. പിന്നെ അവിടെ നിന്നുകൊണ്ട് 11, 12, 13, 14 അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്താണ് പറഞ്ഞുള്ളത്. പിന്നെ നേരെ മുകളിലേക്ക് കയറുന്നതാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ സ്ഥലം വരുന്നത് കേട്ടോ. നമ്മളെത്തി, കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. മലയാളികൾക്ക് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്. കുഞ്ഞു കുട്ടീനൊക്കെ ആയിട്ട് അവരെടുത്തിട്ടൊക്കെയാണ് പോണത്. ഇനി അടുത്തത് ഇവിടുത്തെ 11ാമത്തെ പോയിന്റ് കേട്ടത്. അപ്പോൾ 12ാമത്തെ പോയിൻ്റാണ് കേട്ടത്. ഇവിടെ സ്റ്റെപ്പ് കാണാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാലാണ് പ്രധാന പള്ളി ഏരിയയിലേക്ക് എത്തുന്നത് കേട്ടോ. ടോപ്പിലേക്ക്, കുരിശുമുടി ഹില്ലിൻ്റെ ടോപ്പിലേക്ക് എത്തുന്ന കേട്ടോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ സ്ലിപ്പായി പോയി. 12 പോയിന്റ് കഴിഞ്ഞു. ദെൻ 13, 14 2 കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ 13ാമത്തെ പോയിന്റ്. ഓരോരുത്തർ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇട്ടിട്ട് പോയി കണക്കെ. പ്ലാസ്റ്റിക് ഇടാനായിട്ട് സെപ്പറേറ്റ് ഈ ബാസ്ക്കറ്റ് വരെ വെച്ചിട്ടുണ്ട്, കയ്യിലിടുമല്ലോ. അപ്പോൾ ലാസ്റ്റ് 14ാമത്തെ വിശുദ്ധ പോയിന്റ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ മുകളിൽ കുരിശുകൾ ഒരുപാട് താഴെ നമ്മൾ കണ്ടല്ലോ ഇതുപോലെ കുഞ്ഞു കുരിശുകൾ. ഇവിടെ കുറേ കുരിശുകൾ ഇങ്ങനെ ഒരുപാടായിട്ട് ഇതിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു മരം ഉണ്ടോ, ഇതിൻ്റെ വേരുകൾക്കിടയിലും കുരിശുകൾ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്നാണ് മെയിനായിട്ടുള്ള 14 പോയിന്റുകളും കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഈ മരത്തുമ്മ വലിയ കുരിശ് ചാരി വെച്ചേക്കണ കണ്ടോ. നമ്മൾ പറഞ്ഞല്ലോ വലിയ മരത്തിൻ്റെ കുരിശ് ഏറ്റിയിട്ടാണ് വഴിപാടായിട്ട് കയറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മണ്ഡപം കാണാം. ഇത് മാർത്തോമ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് അവിടെ തോമസ് ലീഗയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കുറേ പേര് വന്നിരുന്നിട്ട് വചനങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്യും. ഈ കുരുമുളക്, എള്ള് ഇതൊക്കെ വറുത്തിട്ടിലിടും, നമുക്ക് എടുത്ത് കഴിക്കാം.
ഒരു വഴിപാടായിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു ബോക്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മലയാറ്റൂർ കുരിശുമുടിയിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് 2 പള്ളികളുണ്ട്. ഒന്ന് പഴയ പള്ളിയാണ്, ആനകുത്തി പള്ളി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ പള്ളിയാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. ഈ ഒരു പള്ളിയാണ് പഴയ പള്ളി. ഇത് ചെറിയൊരു പള്ളിയാണ്. പിന്നെ അവിടെ വരുന്നതാണ് പുതിയ പള്ളി കേട്ടോ. അപ്പോൾ അവിടെയാണ് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ് കേട്ടോ. പിന്നെ പൊന്നും കുരിശുണ്ട്, അത് അപ്പുറത്തെ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ആന കുത്തിയത് നമുക്ക് കാണാം. ഇവിടെ ചില്ലും കൂട്ടിൽ കൃത്യമായിട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടോ അറിയില്ല. ഹോളൊന്നുമില്ല കേട്ടോ, ഹോളില്ല. ഒരു ഭാഗം ചെത്തിയെടുത്ത പോലെയാണ്. ഇവിടെ ഈ ആനകുത്തിയ പള്ളിയെ കുറിച്ചുള്ള ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് വ്യൂ ആണ് കേട്ടോ. കുരിശുമുടി ഹില്ലിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ എല്ലാം മലനിരകളാണ് ഫുള്ള്. സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇവിടേക്ക് എങ്ങനെയെന്ന് അറിയില്ല. ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇറങ്ങി അതുവരെ ഇറങ്ങി നേരെ അങ്ങോട്ട് കയറുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഈ ഒരു ചെരിവായ രീതിയിൽ കാണാം. ഇതൊരു കിണറാണ് കേട്ടോ. ഇത് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, അതാന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണാം. ഇവിടെ അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തോമസ് ലീഹ ഈ മലയിൽ തോന്നിച്ചിരുന്നപ്പോൾ വെള്ളത്തിനായിട്ട് ഈ പാറയിൽ കുത്തിയെന്നു. അപ്പോൾ ഇവിടെ നിന്ന് ജലപ്രവാഹം ഉണ്ടായിന്ന് കേട്ടോ പറയണം. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു കിണറായിട്ട് ഇവിടെ ഫുള്ള് കവർ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ ആഴമില്ല കേട്ടോ, അത്രയേ ഉള്ളൂ ആഴം. ഇതിൽ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് ചെറിയൊരു ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ കേട്ടോ. അത് പറയാ, പക്ഷേ തരി വെള്ളമുണ്ട് തരി ഭാഗത്ത്. നോട്ടൊക്കെ ഇട്ടുണ്ടോ? 50 രൂപയുടെ നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കൊഞ്ചം തന്നെ. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു അത്ഭുത ഉറവയാണ്. വിശ്വാസപൂർവ്വം ഇത് കുടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പലർക്കും രോഗശാന്തി മറ്റു അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് കേട്ടോ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് പുതിയതായിട്ട് പണിതിട്ടുള്ള പുതിയ പള്ളി എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ കാണുന്നതാണ് പൊന്നും കുരിശ് എന്ന് പറയുന്നത്. വലിയ കുരിശാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ കുരിശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തോമസ് ലീഹയുടെ പാദം പതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാദമുദ്ര. അപ്പോൾ അത് ഇവിടെയാണ് കേട്ടോ, ഈ ഇറക്കത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ കയറിയാലേ റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ. റേഞ്ച് ഫുള്ള് കട്ടായി. എവിടം വരെ റേഞ്ച് വരുമെന്ന് അറിയില്ല. ഇവിടെ ഒന്നും റേഞ്ചില്ല. കുറച്ച് നേരമായി ഞാൻ നോക്കുന്നു. ഇവിടുന്ന് നമുക്ക് കുർബാനയുടെ ഐറ്റംസൊക്കെ, തിരികൾ, കൊന്ത, നേർച്ച ഒക്കെയുള്ള സാധനങ്ങൾ, സ്വരൂപങ്ങളൊക്കെ ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കുമ്പസാരിക്കാനുള്ള ഇതുണ്ട്. ഇവിടെ കുമ്പസാരത്തിനുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് മെയിനായിട്ട് സന്നിധി എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. ഇവിടെ അവരുടെ ലാസ്റ്റ് സപ്പർ അതിൻ്റെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലുള്ള എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറങ്ങി
രാവിലെ ഒരു 10:30 അവിടെ നമ്മൾ തുടങ്ങിയത് കയറിയത്. ഇപ്പം സമയം എത്രയാ? 2:30. കുറേ നമ്മൾ പലയിടത്തും ഇരുന്ന് റെസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ്, ആയത്തിലാണ്. പെട്ടെന്നൊന്നും കയറി ഇറങ്ങലൊന്നുമില്ല. 2:30 ഇപ്പോൾ. ഇവിടെ ആളുകളൊക്കെ പോയിട്ടാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഉച്ച സമയമായപ്പോൾ എല്ലാവരും ഇറങ്ങി. ഇപ്പോൾ സമയം 2:30 ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരിക കേട്ടോ. രാത്രി ആകുമ്പോൾ പിന്നെ വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ രാത്രി ആകുമ്പോൾ കൂടുതൽ ആളുകൾ വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുകയാണ്. ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഇറക്കത്തിൽ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്, ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഒക്കെ. പിന്നെ ഇത് ഇവിടെ കണ്ടോ കുരങ്ങന്മാർ കണ്ടോ? 2-3 ഉണ്ട് കേട്ടോ. 3 ഉണ്ട് കുരങ്ങന്മാർ. നമുക്കത് ഇങ്ങോട്ട് കയറി വരുമല്ലോ. അവിടെ നോക്കിട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴാട്ടോ പെട്ടെന്ന് സ്ലിപ്പാവും. കയറുമ്പോൾ പിന്നെയും നമുക്കിത് കാല് വെച്ച് കയറാം. പക്ഷെ ഇറങ്ങുമ്പോഴേ നന്നായി ശ്രദ്ധിക്കണം. എൻ്റെ 2 ബാഗിൻ്റെ വള്ളി പൊട്ടിയിട്ട് 2 ബാഗിൻ്റെ വള്ളി പൊട്ടി. എന്നിട്ട് ഞാൻ കെട്ടിയിട്ടാണ് ബാഗ് ഇട്ടിട്ട് കയറുന്നത്. കാരണം ഞാൻ പെട്ടെന്ന് ചാടിയപ്പോഴേ ബാഗിൻ്റെ ബാഗ് നിലത്ത് വീണ് വള്ളി പൊട്ടി. അപ്പോൾ നമ്മൾ കയറിയ പോലെ തന്നെ ഈ 14 വിശുദ്ധ പോയിന്റുകളും കടന്നിട്ട് വേണം ഇന്ന് താഴത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ താഴ്ത്തി എത്തിയിരിക്കുകയാണ്. ഇവിടത്തെ പാർക്കിംഗ് ഏരിയ കാണാം അടിവാരത്തിലെ. അപ്പോൾ ഈ ഒരു മലയാറ്റൂർ വ്ളോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് മലയാറ്റൂർ പള്ളി, ആ ഒരു മലകയറ്റമൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് വ്ളോഗിൽ കാണാം. ബൈ ബൈ.